ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നോക്കാം. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഐ ടോൾഡ് യു ഡാഷ്. ഡിഡ് ഐ, ഡിഡിൻറ്റ് ഐ, ഹാവ് ഐ, ഹാവിൻറ്റ് ഐ. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഒന്നാമത് നമുക്കറിയാം തന്നിരിക്കുന്ന ഏറ്റവും ബേസിക് റൂൾ, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏറ്റവും ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എടുക്കാം പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോകുള്ളൂ. സോ നെഗറ്റീവ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. നല്ലൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്, ടോൾഡ് എന്ന് പറയുന്നത്. സോ അത് പാസ്റ്റ് ആണ്. ടോൾഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതിലേക്കാണ് വരുന്നത്? ഡിഡിൻറ്റ് ഐ. ഡിഡിൻറ്റ് ഐ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ. ഡിഡിൻറ്റ് ഐ. ഓക്കെ, സോ ഐ ടോൾഡ് യു, ഡിഡിൻറ്റ് ഐ. ഓക്കെ, then അടുത്തത്, without supervision, children might eat unhealthy food or lead a sedentary lifestyle. Identify the meaning of the underlined word. സെഡൻറ്ററിയുടെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ മീനിങ് അറിയില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും ആ സെൻറ്റൻസ് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മീനിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലേ. നോക്കിക്കേ, വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ്. ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഇവരെ നോക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ അൺഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഓർ ലീഡ് എ സെഡൻറ്ററി ലൈഫ്. അപ്പോൾ എന്താണ്? ആക്റ്റീവായിട്ടൊരു ലൈഫാണോ? അല്ല. എനർജറ്റിക് ആണോ? അല്ല. പിന്നെ എന്താണ്? ഇനാക്റ്റീവ് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, സോ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അണ്ടർലൈൻഡ് വേർഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ഓപ്പോസിറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന മീനിങ് ആണ് ആൻഡ് ഇനാക്റ്റീവ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനാക്റ്റീവ്, അതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അടുത്ത നമുക്ക് നോക്കാം, മിസ്പെൽഡ് വേർഡ്സിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മിസ്പെൽഡ് വേർഡ് നമുക്ക് നോക്കാം ഏതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഏതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന സ്പെല്ലിംഗ്. സോ നമുക്ക് നോക്കാം. ഓപ്പർച്യൂണിറ്റി. ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റിക്ക് എന്താണ്? ഇപ്പോഴും തെറ്റിക്കുന്നതാണ്. യു ആണോ ഓപ്പർച്യൂണിറ്റിക്ക് വരുന്നത്? അല്ല, ഓപ്പർച്യൂണിറ്റിക്ക് യു വരില്ല. സോ അത് തെറ്റിപ്പോയി. പ്രിവിലേജ് നോക്കണ്ട, പ്രിവിലേജിൽ PRE അല്ല വരുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റി. പിന്നെ നോക്കാം, ഓപ്പർച്യൂണിറ്റി. ഓർക്കുക, ഓപ്പർച്യൂണിറ്റിക്ക് 2 Pയും ഒരു Oയുമാണ് വരുന്നത്. ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രിവിലേജ്. PRE അല്ല, PRI ആണ്. അതിൻ്റെ അകത്ത് D ഒന്നുമില്ല. അത് കണ്ടു, ഇവിടേക്ക് എഡ്ജ് എന്നാണ് പറയുന്നത്, തെറ്റാണ്. ഓക്കെ, എഡ്ജ് എന്നൊന്നും പറയില്ല. സോ ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ മിസ്പെൽഡ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റയടിക്ക് 2 വേർഡ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പല ഷിഫ്റ്റിലും മാറി വരാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2 വേർഡ്സ് ചോദിക്കാം. ഇവിടെ രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം. He said his job is to attend to the diseases of the eye. Gave one word substitution. Again ഒരു വൊക്കാബുലറി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കേട്ടോ. ഇപ്പോൾ വന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസും വൊക്കാബുലറി ബേസ് ആയിട്ടാണ്. ഒന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിനോണിം ചോദിച്ചിട്ടുണ്ട്, അടുത്ത നമ്മളോട് മിസ്പെൽഡ് വേർഡ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതാ മൂന്നാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. He said his job is to attend the diseases of the eye. ഐയുടെ ഡിസീസ്, കണ്ണിലുണ്ടാകുന്ന ഡിസീസിനെ പറ്റിയിട്ടാണ് അവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 4 നമുക്ക് കറക്റ്റായിട്ട് നോക്കേണ്ടതുണ്ട്. ഓരോ ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഓപ്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്റ്റീഷ്യൻ. ഓപ്റ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണാടി അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ വെക്കുന്ന കണ്ണടകളൊക്കെ ഉണ്ടല്ലോ, സ്പെക്ടിക്കിൾസ് ഉണ്ടല്ലോ. സോ അതുപോലെ ഗ്ലാസസ് മേക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, മേക്ക് ചെയ്യും, സെല്ലിയൊക്കെ ചെയ്യുന്ന ആളാണ് ഓപ്റ്റീഷ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്കത് വേണ്ട, ആ ഓപ്ഷനിലേക്ക് പോയില്ല. ഈസായിട്ട് വളരെ സിമിലർ ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഓപ്ഷനിലേക്ക് പോകരുത്. പല കുട്ടികൾക്കും അതിൽ ഡൗട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. ദെൻ അടുത്ത നോക്കിക്കേ, ഒക്കുലിസ്റ്റ്. അതൊരു കുറച്ചുകൂടിയും ഓൾഡ് ആയിട്ടൊരു ടേമാണ്. ഇപ്പോൾ നമ്മൾ അത്ര റെയർ ആയിട്ടാണ് അത് കണ്ടുവരുന്നത്, അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. ദെൻ
അടുത്ത നോക്കിക്കേ, നമുക്ക് പിന്നെ ഉള്ളത് ഒപ്താൽമോളജിസ്റ്റ്. ഓക്കെ, ഒപ്താൽമോളജിസ്റ്റ് എന്ന് പറയുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒപ്താൽമോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ഐ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഐ ഡോക്ടർ ആണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു യൂഷ്വലി നിങ്ങളൊരു ഐ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴും അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഐ ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലേ? നമ്മുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങനത്തെ ടേംസ് ഒക്കെ കണ്ടിട്ടും ഉണ്ടാകാം, നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടാകാം. സോ അത് അങ്ങനത്തെ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും എക്സാമിന് അത് ഒരുപാട് ഉപകരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കണ്ടു. അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. 75, 76 and 77 നമുക്ക് കാണാം. What is the meaning of the idiomatic expression in the following sentence? Idioms ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Again vocabulary based ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Our entire class is quacking in its boots. സോ നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ്, quacking in its boots. ഇഡിയംസ് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ നമ്മളോട് ചോദിക്കാം. അപ്പോൾ സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയും ചില ഈ ഇഡിയംസിലൊക്കെ വരുമ്പോഴത്തേക്ക് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം, കൺഫ്യൂഷൻ വരാം നമുക്ക് ചിലപ്പം. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് പഠിച്ച് നോക്കാനുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കാം. ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് എന്താണ്? ടു ഷിവർ ഇൻ ദ ലെഗ്സ് ഒരു ഓപ്ഷൻ. ടു മേക്ക് സ്ക്വീക്കിംഗ് സൗണ്ട്സ് ഉണ്ടാക്കുന്നതാണോ? ടു ട്രെമ്പിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ്. ഓക്കെ, ടു ലാഫ് ഔട്ട് അലൗഡ്. സോ ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കുന്നു, നമ്മളൊന്ന് ടെൻഷൻ ആകുന്നു, ഫിയർ, നമുക്കൊരു ഭയം ഉണ്ടാകുന്നു ഒക്കെയാണ് മീനിങ്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, എഗെയിൻ നമുക്കുള്ളത് ഒരു ഏത് വേർഡാണെന്ന് നമുക്ക് നോക്കാം, എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്. The manager dash a pay hike next month. Elude, illusion, collude, allude. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് നമുക്ക് നോക്കാം. സോ ഓരോന്നിൻ്റെയും മീനിങ് നമുക്ക് നോക്കാം. എലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് ചെയ്യുക എന്നാണ് മീനിങ്. എസ്കേപ്പ് ചെയ്യുക എന്നാണ് മീനിങ് വരുന്നത്. ഇല്യൂഷൻ്റെ മീനിങ് എന്താണ്? ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്യൂഷൻ ഇവിടെ വരത്തില്ല, കാരണം അതൊരു നൗൺ ആണ്. നമുക്കിവിടെ അതല്ല വേണ്ടത്. എന്തോ ഒരു ആക്ഷൻ ചെയ്യുന്നു, മാനേജർ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഇല്യൂഷൻ വരില്ല. നമ്മൾ പറയല്ലേ അതൊരു ഇല്യൂഷൻ ആയിരുന്നു, അപ്പോൾ അവിടെ നൗൺ വരില്ല. അടുത്ത നോക്കിക്കേ, കൊളൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സീക്രട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീക്രട്ട് ആയിട്ടുള്ളൊരു കോപ്പറേഷൻ ആണ് കൊളൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അലൂഡ് ആണ്. അലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? അലൂഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, സൂചിപ്പിച്ച് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദ മാനേജർ അലൂഡ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതായത് സീക്രട്ട്ലി മെൻഷനിങ് അല്ലെങ്കിൽ സീക്രട്ട്ലി അല്ല, ഇൻഡയറക്ട്ലി മെൻഷനിങ്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്താ അവിടെ മെയിൻ ചെയ്യുന്നത്? ദ മാനേജർ അലൂഡ് ടു എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്. അതായത് ടു കാണിക്കുക വേർബ് ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. സോ അലൂഡ് എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്, അതായത് അടുത്ത മാസം സാലറിയിൽ ഒരു ഹൈക്ക് ഉണ്ടാകുമെന്നൊരു സൂചന അവിടെ കൊടുത്തു എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ, ചൂസ് ദ വേർഡ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഫാക്ട്. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ അല്ലെങ്കിൽ ഇത്രയും നോക്കിയിട്ട് എല്ലാം വൊക്കാബുലറി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. സോ വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് അത്രമാത്രം നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, യെസ്, നമ്മളോട് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം കേട്ടോ. പല കുട്ടികൾക്കും അത് മാറിപ്പോവും. പെട്ടെന്ന് സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അടിച്ച് മീനിങ് കണ്ടുപിടിക്കുന്നിടത്ത് ഓപ്പോസിറ്റ് നോക്കും, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്നിടത്ത് മീനിങ് സിമിലർ ആയിട്ടുള്ള വേർഡ് നോക്കും. അത് കറക്റ്റായിട്ട് ഡയറക്ഷൻ വായിച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ. സോ ഫാക്റ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലൈ, ഫിക്ഷൻ, ഇമാജിനേഷൻ ഓർ റിയാലിറ്റി ഏതായിരിക്കുമെന്ന് നമ്മൾ നോക്കണം. സോ ഫാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ലൈ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? ലൈ അല്ലെങ്കിൽ ആദ്യം നമുക്ക് നോക്കാം, ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ എന്നിട്ട് വേണം നമുക്ക്
നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട്. സോ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ട്രൂത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഫാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആകാം, അത് ഒരു സത്യത്തിനെ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് ഫാക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഓപ്പോസിറ്റ് വേണം നമുക്ക്. സോ ലൈ വേണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു നുണ എന്നൊക്കെ രീതിയിൽ എടുക്കാം. പക്ഷെ ഫാക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല ലൈ എന്ന് പറയുന്നത്. ഇവിടെ മറ്റു ഓപ്ഷൻസ് വരുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാമായിരുന്നു. പക്ഷേ ഫാക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല ഈ പറയുന്ന ലൈ എന്ന് പറയുന്നത്. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൂവൺ ആണ്, അല്ലെങ്കിൽ അത് കറക്റ്റാണ്, റിയൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് സത്യമാണ്, പ്രൂവൺ ആണ്, വെരിഫൈഡ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ലൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ദെൻ ഇമാജിനേഷൻ എൻ്റെ ഒരു ഇമാജിനേഷൻ അവിടെ ഒരു എബിലിറ്റി കാണിക്കുന്നു. റിയാലിറ്റി ഫാക്റ്റുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ എന്താ ഉള്ളത്? ഫിക്ഷനാണ് വരുന്നത്. സോ ഫിക്ഷൻ ഫാക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫാക്റ്റുകൾ പറയുന്നു, മറ്റേത് ഫിക്ഷൻ പറയുന്നു. ഇമാജിനറി ആയിട്ടുള്ള, ഇപ്പോൾ ഫിക്ഷൻ സ്റ്റോറീസ് ഉണ്ട്, ഒക്കെ ഉണ്ടല്ലേ, ഫിക്ഷൻ നോവൽസ്, ഇങ്ങനത്തെയൊക്കെ ഫിക്ഷൻ. നമുക്ക് ഇപ്പം ബുക്സൊക്കെ വായിക്കാനായിട്ട് ഇഷ്ടമുള്ളവർ ധാരാളം ആളുകൾക്ക്, കുറേ പേർക്ക് നോവൽസ് വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, കുറേ പേർക്ക് ഫിക്ഷനൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ട്. ഹാരി പോട്ടർ സീരീസൊക്കെ നമുക്കൊരു ഫിക്ഷനായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഫാക്റ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ഫിക്ഷനാണ് കേട്ടോ, ഫിക്ഷൻ. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ലൈ വന്നേനെ. ഫിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് ലൈയിലേക്ക് പോകാമായിരുന്നു. അത്ര ഡയറക്റ്റായിട്ട് എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാത്തത്. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. യെസ്, 79 and 80. Let's see, 79 and 80. Fill in the blank with the appropriate word. The brothers together with their sister dash here. The brothers together with their sister dash here. ഇപ്പോൾ നമുക്കൊരു ചോദിച്ചിരിക്കുന്നത് ഒരു എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യനിലും ഫില്ലേഴ്സിലൊക്കെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന ടോപ്പിക്കിൽ, അല്ലെങ്കിൽ കോൺടേർഡ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കാം. The brothers together with their sister dash here. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ സബ്ജക്ട്സ് ഏതൊക്കെയാണ്. 2 സബ്ജക്ട്സ് ഉണ്ട്, ബ്രദേഴ്സും സിസ്റ്ററും. ഓക്കെ, 2 സബ്ജക്ട്സിനെ ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ്, അക്കംപനൈഡ് ബൈ, വിത്ത്, എലോങ് വിത്ത്, ഇങ്ങനത്തെ കണക്റ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്താൽ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെ മാത്രമാണ്. ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വേർബ് കൊടുക്കുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ. ഇവിടെ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. സോ ഓപ്ഷൻ പ്ലൂറൽ ആയിരിക്കും. പിന്നെ എളുപ്പമാണ്, ആ റൂൾ അറിയാമെങ്കിൽ അത് എളുപ്പമാണ്. കാരണം ഇവിടുത്തെ കണക്റ്റർ മാത്രം നോക്കുക. ഇവിടെ നോക്കിക്കേ, ഒരൊറ്റ പ്ലൂറൽ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ആർ. സോ ദ ബ്രദേഴ്സ് ടുഗെദർ വിത്ത് ദിയർ സിസ്റ്റർ ആർ ഹിയർ എന്ന് വേണം പറയാനായിട്ട്. അടുത്ത നോക്കാം. fill in the blank. My mother helped me dash my homework. ഓക്കെ, മൈ മദർ ഹെൽപ്ഡ് മീ ഡാഷ് മൈ ഹോംവർക്ക്. ഇവിടെ എന്ത് വരുമോ നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് നോക്കിക്കേ. ഹെൽപ്ഡ് മീ. മൈ മദർ ഹെൽപ്ഡ് മീ ഡു മൈ ഹോംവർക്ക്. ഡു മൈ ഹോംവർക്ക്. ടു ഡു എന്ന് വേണ്ട, ഹെൽപ്ഡ് മീ ടു ഡു എന്ന് വേണ്ട, നമുക്ക് ഡു എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഡു മൈ ഹോംവർക്ക്. ഇവിടെ എന്താ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. ഹെൽപ്ഡ് മീ ഡു മൈ ഹോംവർക്ക്. ഡു എന്ന ഓപ്ഷനാണ് കറക്റ്റായിട്ട് നമ്മളവിടെ എടുക്കുന്നത്. സോ 80 ക്വസ്റ്റ്യൻസ്. അപ്പം 80 ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് പറയുന്നതാണ്. സോ അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. അടുത്ത സെറ്റല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് അടുത്തത് നോക്കാം. പിക്ക് ദ ഓപ്ഷൻ ദാറ്റ് ടേൺസ് ദ സെൻറ്റൻസ് പാസീവ്. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാനാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പം പാസീവിൽ നിന്ന് തിരിച്ച് ആക്റ്റീവിലേക്ക് മാറ്റാനുള്ള ക്വസ്റ്റ്യൻസും വരാം. ഇവിടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് അത് എടുത്ത് പറയുന്നുണ്ട്, പാസീവ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. യെസ്, turn sentence passive. Something dash happened or they would be here by now. Must be, must have, must have been. എന്ത് വരും ഇവിടെ? എന്ത് വരും നമുക്ക് നോക്കാം. ഓക്കെ, സംതിങ്
dash happened or they would be here by now. Something must have been വേണ്ട, something must have happened എന്ന് മതി. something must have happened എന്ന് മതി. പാസീവിലേക്ക് പോകുമ്പോൾ മസ്റ്റ് ഹാവ്, മസ്റ്റ് അല്ല, അതിൻ്റെ കൂടെ ഒരു ഹാവും കൂടെ നമ്മൾ ചേർക്കണം. ബീൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. സോ മസ്റ്റ് ഹാവ്, സംതിങ് മസ്റ്റ് ഹാവ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമ്മൾ മോഡൽസ് പഠിച്ചിട്ടുണ്ട്, മോഡൽ പെർഫെക്റ്റ് പഠിച്ചിട്ടുണ്ട്. ബീൻ വരുന്നു അല്ലെങ്കിൽ ബി വരുന്നു, ഇതെല്ലാം നമ്മൾ ഹാവ് വരുന്നു, ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അടുത്ത നമുക്ക് നോക്കാം. വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് വെച്ച് ഫിൽ ചെയ്യാനാണ് നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ബജാജ് വാസ് ഡാഷ് വെരി ഫെസ്റ്റീരിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ ഡാഷ് സ്മോൾ ഹൗസ് വിത്ത് ഡാഷ് ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഓക്കെ, മിസ്റ്റർ ബജാജ് വാസ് എ വെരി ഫെസ്റ്റീരിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് with a beautiful garden. A മൂന്നിടത്തും എ ആണ് വരുന്നത്. ഇതും പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ഓപ്ഷൻ കണ്ടിട്ട് കൺഫ്യൂഷൻ വരുന്ന കുട്ടികളുണ്ട്. അതായത് പലപ്പോഴും കുട്ടികൾക്ക് തോന്നും 3 എ വരുമോ, ചാൻസ് കുറവാണ്, ഏതെങ്കിലും ഒന്ന് മാറ്റാം എന്ന്. അവിടെ വേറെ ഒന്നും നോക്കില്ല ചില കുട്ടികൾ, 3 വരില്ലോ, അങ്ങനെ ഒരു ഓർഡർ വരാൻ ചാൻസ് കുറവാണെന്ന് വിചാരിച്ച് മാറ്റിക്കൊത്താറുണ്ട്. എപ്പോഴും ഓപ്ഷൻ എങ്ങനെ വേണമെങ്കിലും വരാൻ ചിന്തിക്കുക, എങ്ങനെ വേണമെങ്കിൽ വരാം. നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾസ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് വെച്ചിട്ടേ ആൻസർ എടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, സോ 3 എ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. യെസ്, 84, 85 ആൻഡ് 86. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അടുത്ത് നമുക്ക് നോക്കാം. കറക്റ്റ് ദ സെൻറ്റൻസ് ഇഫ് ദർ ഈസ് ആൻ എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് എറർ ഉണ്ട്. ഓക്കെ, എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറയുന്നു. സോ എറർ ഉണ്ട്. യു ക്യാൻ പാസ് ദ എക്സാമിനേഷൻ ഇഫ് യു ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിത്ത് പ്രിസിഷൻ, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി. തെറ്റാണ്. ഇവിടെ ആക്യുറേറ്റ്ലി, ക്വിക്ക്ലി അത് രണ്ടും അഡ്വേർബ്സ് ആണ്. അപ്പോൾ പ്രിസിഷൻ എന്ന് പറയുന്നത് അഡ്വേർബായിട്ട് നിൽക്കില്ല. അപ്പോൾ എന്താ, എല്ലാം അഡ്വേർബ് വേണം. പ്രിസൈസ്ലി, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി, 3 അഡ്വേർബ്സ് തന്നെ വേണം നമ്മളവിടെ പറയാനായിട്ട്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നോക്കിക്കേ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് സുഹറ ലെൻഡസ് ഹെർ കാർ വി ഡാഷ്. ഇഫ് സുഹറ ലെൻഡസ് ഹെർ കാർ വി ഡാഷ് എന്ത് വരും നോക്കാം. ഓക്കെ, സോ might have gone to Alua, could have gone to Alua, could go to Alua, none of this. എന്ത് വരും? തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു കണ്ടീഷൻ ക്ലോസ് ആണ് അല്ലേ? സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടൈപ്പ് 2 കണ്ടീഷൻ ആണ്. ശ്രദ്ധിച്ചേ, ടൈപ്പ് 2 കണ്ടീഷൻ ആണ്. ടൈപ്പ് 2 കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഫ് ക്ലോസ്, ശ്രദ്ധിക്കുക, ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് വുഡ്, ഷുഡ്, കുഡ് ഒക്കെ വരാം, പ്ലസ് V1 ഫോം വരണം. ഈ ഒരൊറ്റ റൂൾ അറിയാമെങ്കിൽ, കണ്ടീഷൻ ക്ലോസ് അറിയാമെങ്കിൽ ആൻസറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ. നോക്കിക്കേ, ഇഫ് ക്ലോസ് അവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു, മെയിൻ ക്ലോസ് വുഡ് ഓർ ഷുഡ് പ്ലസ് V1 ഫോം. സോ ഓപ്ഷൻ സി ആണ്, കുഡ് ഗോ ടു ആലുവ. അവിടെ ഹാവും കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ടൈപ്പ് 2 കണ്ടീഷനാണ് നമ്മളവിടെ നോക്കേണ്ടത്. 86th വൺ പ്രിപ്പോസിഷനെ പറ്റിയിട്ടാണ്. പിക്ക് എ പ്രിപ്പോസിഷൻ. ഐ ആം അക്യൂസ്ഡ് ഡാഷ് ഹാർഡ് വർക്ക്. യെസ്, എന്ത് വരും ഇവിടെ? എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ സെലക്ട് ചെയ്യുക. വിത്ത് ആണോ, എബൌട്ട് ആണോ, ടു ആണോ, അറ്റ് ആണോ? ഹിയർ ഓപ്ഷൻ സി ആണ്, 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. യെസ്, ഇതോടുകൂടി ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കഴിയും. നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. സിംഗിൾ ദ ഓഡ് വൺ ഔട്ട്.
യെസ്, ഓഡ് വൺ ഔട്ട്. ഒറ്റയാൻ ആരാണ്? ഷിപ്പ് റെക്ക്, പ്ലെയിൻ റെക്ക്, കാർ റെക്ക്, ട്രെയിൻ റെക്ക്. ഏതാണ്? നമ്മൾ ഇവിടെ ആകെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരൊറ്റ വേർഡേ ഉള്ളൂ, ഷിപ്പ് റെക്ക്. ഷിപ്പ് റെക്ക് നമ്മൾ പറയും, അത് കറക്റ്റാണ്. ബാക്കി പ്ലെയിൻ റെക്ക് നമ്മൾ പറയില്ല, പ്ലെയിൻ ക്രാഷ് എന്നാണ് പറയുന്നത് അല്ലേ. കാർ റെക്ക് അല്ല, ആക്സിഡൻ്റ് ആണ്. ട്രെയിൻ ആണെങ്കിലും നമ്മൾ ആക്സിഡൻ്റ് എന്നാണ് പറയുന്നത്. ഷിപ്പ് റെക്ക് മാത്രമേ ഷിപ്പ് റെക്ക് എന്ന് പറയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ, ബാക്കിയൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡേ അല്ല. പ്ലെയിൻ ആക്സിഡൻറ്റ് നമ്മൾ പറയില്ല, പ്ലെയിൻ റെക്ക് എന്ന് പറയില്ല, പ്ലെയിൻ ക്രാഷ് എന്നേ പറയുള്ളൂ. കാർ റെക്ക് അല്ല, ഇതൊക്കെ തെറ്റാണ്. ആകെ ഒരൊറ്റ കറക്റ്റ് ആൻസറേ ഉള്ളൂ, അതാണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ഷിപ്പ് റെക്ക്. അടുത്ത നോക്കിക്കേ, മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്, സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ കറക്റ്റ് ഫോമാണ് നമ്മളോടിവിടെ ചോദിച്ചിരിക്കുന്നത്, ട്രസ്റ്റിൻ്റെ. സോ ഡിസ്ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്, ട്രസ്റ്റ് വർത്തി, മിസ്ട്രസ്ഫുൾ. ഇവിടെ ഏതാ കറക്റ്റായിട്ട് വരുന്നത്? മിസ്ട്രസ് ഒന്നും നമ്മൾ പറയില്ല, മിസ്ട്രസ്ഫുൾ ഇല്ല, ട്രസ്റ്റ് വർത്തി ഇല്ല. ഇവിടെ ആകെ ഉള്ളത് ഡിസ്ട്രസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഡോക്ടേഴ്സിനെ ഒരു വിശ്വാസക്കുറവ്, ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്നാണ് ഡിസ്ട്രസ്സിൻ്റെ നമ്മൾ മീനിങ് ആയിട്ട് പറയുന്നത്. ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അവിടെ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത നമ്മളോട് ഫ്രേസൽ വേർബ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, വൊക്കാബുലറിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകും. Use a phrasal verb. He does not dash any misbehavior in his class. Get through, put up with, get along with, put down with. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് ഉള്ളത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളതിന് മുമ്പ് ഓരോന്നിൻ്റെയും മീനിങ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഗെറ്റ് ത്രൂ എന്ന് നോക്കാം. ഗെറ്റ് ത്രൂ, ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഒരു കാര്യം സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നതാണ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഗെറ്റ് എലോങ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്നതിനാണ് നമ്മൾ ഗെറ്റ് എലോങ് വിത്ത്. നമ്മളൊരു പുതിയ സ്ഥലത്ത് എത്തുന്നു, അവരൊക്കെ ആയിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നു, അത് നമുക്ക് ഗെറ്റ് എലോങ് വിത്ത് എന്നെടുക്കാം. ദെൻ പുട്ട് ഡൗൺ വിത്ത്. പുട്ട് ഡൗൺ വിത്ത് എന്ന് പറയുന്നത് ആക്ച്വലി പുട്ട് ഡൗൺ വിത്ത് എന്ന് നമ്മളങ്ങനെ പറയാറില്ല, പുട്ട് ഡൗൺ എന്ന് പറയാറുണ്ട്. റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഇവിടെ വരുന്നതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഈ ബാക്കിയെല്ലാം കണ്ടു, നമുക്ക് പിന്നെ ഉള്ളത് ഏതായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ? ഏതായിരിക്കും? പുട്ട് അപ്പ് വിത്ത് എന്നാണ്. പുട്ട് അപ്പ് വിത്ത് ആണ് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ. പുട്ട് അപ്പ് വിത്ത്, പുട്ട് അപ്പ് വിത്ത് എന്നാണ് നമ്മളവിടെ കറക്റ്റായിട്ട് പറയുന്നത്. പുട്ട് അപ്പ് വിത്ത്. ഹിസ് ഡസ് നോട്ട് പുട്ട് അപ്പ് വിത്ത് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യെസ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മളോട് ഒരു ഫോറിൻ ഫ്രേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാം ഷിഫ്റ്റിലും ഒരു ഫോറിൻ ഫ്രേസ് എങ്കിലും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. യെസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രീമ ഫേഷി? ഓക്കെ, നമുക്ക് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് വിച്ച് കംസ് ഫസ്റ്റ്, ദ ഫേസ് ദാറ്റ് ഈസ് യങ് അറ്റ് ഫസ്റ്റ് വ്യൂ. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്തായിരിക്കും മീനിങ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ? ദാറ്റ് വിച്ച് കംസ് ഫസ്റ്റ് ആണോ? ദ ഫേസ് ദാറ്റ് ഈസ് യങ് ആണോ? യെസ്, അറ്റ് ഫസ്റ്റ് വ്യൂ എന്നാണ് നമ്മൾ എടുക്കുന്ന. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഫോറിൻ ഫേസ് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ കാണുന്നു, ഉറപ്പായിട്ടും ഉള്ളതാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ നമുക്കത് വരില്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണമെങ്കിലും നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് കേട്ടോ. ഒരെണ്ണമെങ്കിലും നമുക്ക് എപ്പോഴും ഉറപ്പിക്കാവുന്ന ഒന്ന് ആണ്. അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ ഒരു മീനിങ് ആണ് നമ്മൾ ആക്ച്വലി അവിടെ എടുക്കുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, അപ്പോൾ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, യെസ്. 71 തൊട്ട് നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഡാഷ് സപ്പോസ് നോക്കിക്കേ, ഷുഡ് ഐ, ആറിൻറ്റ് ഐ, ആം ഐ, ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വരും കറക്റ്റായിട്ട്? ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, ചിലപ്പോൾ രണ്ടെണ്ണമായിരിക്കും, ചിലപ്പോൾ മൂന്നും വരില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഏതായിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയായിരിക്കും വരുന്നത്? നമുക്കിവിടെ ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദോസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ ഉപയോഗിക്കാം. ആം ഐ എന്ന് നമുക്ക് ഉപയോഗിക്കാം, അത് കറക്റ്റാണ്. സോ ആ ഓപ്ഷൻ മൂന്നാമത്തെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കാവുന്ന ഓപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല, അത് കറക്റ്റാണ്. യെസ്, നമുക്ക് എടുക്കാം. ആം ഐ കറക്റ്റായിട്ട് എടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷുഡ് ഐ സപ്പോസ്ഡ് വരില്ല. പിന്നെയോ ആറിൻറ്റ് ഐ, ആറിൻറ്റ് ഐ. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ച് പറഞ്ഞായിരുന്നു
ആം നോട്ടിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ആർ നോട്ടാണ്. ആർ നോട്ട് എന്ന് പറയും. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ ആർ നോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആറൻറ്റ് എന്ന് നമ്മൾ എടുക്കാം. ആറൻറ്റ്. അപ്പോൾ ഇവിടെ എന്തെടുക്കും? ആമയും ആറൻറ്റും. ആറൻറ്റായും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? സെക്കൻഡും തേർഡും വരുമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എഗെയിൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 72ലേക്ക് നമുക്ക് പോകാം. യെസ്, സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. ഏതായിരിക്കും? ഓഫ് ആണോ, എഗെയിൻസ്റ്റ് ആണോ, ഫോർ ആണോ, ഫ്രം ആണോ? എന്ത് വരും? യെസ്, സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക, അവോയ്ഡ് ചെയ്യുക എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, മോശം കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുക, അവോയ്ഡ് ചെയ്യുക എന്നാണ് മീനിങ്. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. ഓക്കെ, എ ഫ്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ, എ ഫ്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏത് വരും? പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ ഡിഡ് വരണം. കാരണം എന്താ? അത് പാസ്റ്റിലേക്ക് പോകുന്നതാണ്. ആൻഡ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡിഡിൻറ്റ് ദേ ആണ്. ഡിഡിൻറ്റ് ദേ. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എത്തുന്നത് കേട്ടോ. യെസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞ് പോകുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. അടുത്ത നോക്കിക്കേ. വേർ ഇസ് എ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക. ദ യങ് മാൻ എൻക്വയർഡ് വേർ വാസ് ദ ബസ് സ്റ്റാൻഡ്. The young man asked for the bus stand. The young man wanted to know where the bus stand was. The young man inquired about the bus stand. Okay, അപ്പോൾ യങ് മാനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ബസ് സ്റ്റാൻഡ് എവിടെയാണ്? ഇപ്പോൾ ശരിക്കും ബസ് സ്റ്റാൻഡ് എവിടെയാണ്? നമുക്ക് നോക്കാം. ആദ്യത്തേത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആക്കാമായിരുന്നു. പക്ഷേ വെയർ വാസ് ദ ബസ് സ്റ്റാൻഡ് എന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ അതെന്താ? തെറ്റാണ്. ഇൻഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കത്തില്ല. സോ അത് തെറ്റാണ്. പിന്നെ യങ് മാൻ ആസ്ക്ഡ് ഫോർ ദ ബസ് സ്റ്റാൻഡ്, അവിടെ കറക്റ്റ് ആയിട്ടുള്ള ബാക്കിയെല്ലാം മീനിങ് അവിടെ വരുന്നില്ല. അപ്പോൾ അതും തെറ്റാണ്. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വെയർ ദ ബസ് സ്റ്റാൻഡ് വാസ്. വെയർ ദ ബസ് സ്റ്റാൻഡ് വാസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. വെയർ ദ ബസ് സ്റ്റാൻഡ് വാസ്. അടുത്ത് നോക്കിക്കേ. ദ സിംഗർ പെർഫോംഡ് ഡാഷ്. ഓക്കെ, ദ സിംഗർ പെർഫോംഡ് ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന്. ഓക്കെ, ദ സിംഗർ പെർഫോംഡ് അഡ്വേർബിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours melodiously for 2 hours at the concert, for 2 hours melodiously at the concert for 2 hours. നമുക്ക് വേണ്ടത് എന്താണ്? MPT റൂളാണ് നമുക്ക് ആക്ച്വലി ഇവിടെ വേണ്ടത്. MPT റൂളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. MPT റൂൾ. സോ അപ്പോൾ നമുക്ക് നോക്കാം. MPT റൂൾ നമ്മൾ അഡ്വേർബിൽ പഠിച്ച റൂളാണ് MPT റൂൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കുകയാണ്. MPT എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒന്നിക്കൂടുതൽ അഡ്വേർബ്സ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഓർഡർ ഉണ്ട്. മാനർ, പ്ലേസ്, ടൈം. അപ്പോൾ ഇവിടെ ആദ്യം മാനർ വരണം. ഏതാണ് മാനർ? ദ സിംഗർ പെർഫോംഡ്. എങ്ങനെയാണ് പെർഫോം ചെയ്ത്? മെലോഡിയസ്ലി എന്ന് പറയുന്ന ആദ്യം നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ഇനി പ്ലേസ് എവിടെ വെച്ചിട്ടാണ്? ഇവിടെ വന്നിട്ടില്ല. ഫോർ 2 hours എന്നാണ് പറയുന്നത്. സോ ഇവിടെ അറ്റ് ദ കൺസേർട്ട്. മാനർ, പ്ലേസ് ആൻഡ് ടൈം. ആക്ഷൻ്റെ ടൈം പെർഫോം ചെയ്ത് എത്ര നേരത്തേക്കാണ്? 2 hours. സോ MPT ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് MPTയുടെ ഒരു എക്സെപ്ഷനും നമ്മൾ പറയുന്നുണ്ട്. PMT റൂൾ എന്ന് പറഞ്ഞ് എക്സെപ്ഷനും നമ്മൾ പറയുന്നുണ്ട്. PMT എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ PMT റൂൾ അപ്ലൈ ചെയ്യുക. പ്ലേസ്, മാനർ, ടൈം. യൂഷ്വലി എപ്പോഴും നമുക്ക് കൂടുതലും വരുന്നത് MPT ആണെങ്കിലും PMT നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു എക്സെപ്ഷൻ എന്ന രീതിയിൽ PMTയും പഠിച്ചിരിക്കുക കേട്ടോ. ദെൻ അടുത്ത നമുക്ക് നോക്കാം. I express my strong desire to learn dash kayaking to know the differences. എന്താണ്? ഐദർ നോർ അല്ല, ഇത് രണ്ടും എന്ന് വേണം. രണ്ടും പഠിക്കണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് രണ്ടും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരാ. സോ ഏതാണ് ആൻസർ? ബോത്ത് ആൻഡ് ആണ് ആൻസർ വരുന്നത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരാ, എനിക്കിത് രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുള്ളൂ. സോ ബോത്ത് ആൻഡ്. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ. 77. യെസ്,
There are no less than 50 packets of noodles in the carton. തെറ്റാണ് സെൻറ്റൻസ്. നമുക്കിതിനെ കറക്റ്റ് ആക്കണം. എങ്ങനെ നമുക്ക് ഇതിനെ കറക്റ്റ് ആക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെസ് എന്ന് വരില്ല, നോ ലെസ് എന്നല്ല. There are not less than 50 packets of noodles in the carton. തെറ്റാണ്. There are no fewer than 50 packets of noodles in the carton. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്, കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ഫ്യൂർ എന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കൗണ്ടബിൾ ആയതുകൊണ്ട് ഫ്യൂർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 78 നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിത്താർ ഫോർ 20 years. നെക്സ്റ്റ് ഇയർ, യെസ്, എന്ത് വരും ഇവിടെ? അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും. ഓക്കെ, അവിടെ ഒരു കണ്ടിന്യൂറ്റി കാണിക്കണം. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കുമാണ് ഐ ഡാഷ് ഗിത്താർ ഫോർ 20 years. അതായത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ഗിത്താർ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് 20 years ആവും. അപ്പോൾ പാസ്റ്റ് തൊട്ട് ഫ്യൂച്ചർ വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? വിൽ ഹാവ് ബീൻ പ്ലേയിങ്. നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിത്താർ ഫോർ എന്ന് വേണം വരാനായിട്ട്. വിൽ ഹാവ് ബീൻ പ്ലേയിങ്, വിൽ ഹാവ് ബീൻ പ്ലേഡ് അല്ല, ആ ഒരു കണ്ടിന്യൂറ്റി കാണിക്കണം. സോ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിത്താർ ഫോർ 20 years. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും എന്നാണ്. സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിക്കേ, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. പാസീവിലേക്ക് മാറ്റുക. ഓക്കെ, എങ്ങനെ നമുക്ക് പാസീവിലേക്ക് മാറ്റാനായിട്ട് പറ്റും? ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ പാസീവിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. സോ is the lesson going to be finished by us today? Will the lesson be finished today by us? We are not going to finish the lesson today. Will we finish the lesson today? അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡുണ്ട്. ഇതിൽ കൺഫ്യൂഷൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊരു നോർമൽ സെൻറ്റൻസ് ആണ് എന്ന് വിചാരിച്ചതിനെ കൺവേർട്ട് ചെയ്യുക. അതായത് ഇപ്പം ആറിനെ അടുത്ത് അകത്തിടുവാണ്. വി ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് the lesson today. Okay, ഇതിനെ നമുക്ക് പാസീവിലേക്ക് മാറ്റാൻ എങ്ങനെ ചെയ്യണം? The lesson is going to be finished by us today നമുക്ക് എഴുതാം. എന്നിട്ട് ആ ഈസ് എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ ആൻസറിലേക്കായി. ഓക്കെ, ഈസ് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ആൻസറിലേക്ക് നമ്മൾ എത്തി. സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താം. എപ്പോഴും അല്ല, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്തും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കിട്ടിക്കോളും. പലരും ക്വസ്റ്റ്യൻ ആണ്, അയ്യോ ക്വസ്റ്റ്യൻ ആണല്ലോ എന്നോർത്ത്, ക്വസ്റ്റ്യൻ ഫോമിലാണല്ലോ എന്നോർത്ത് ചെയ്യാത്തൊരു ഒത്തിരി കുട്ടികളുണ്ട്. പാസീവ് ഫോം, പ്രത്യേകിച്ച് ആക്റ്റീവും പാസീവും ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ആണല്ലോ എന്നോർത്ത് ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വിട്ട് കളയാറുള്ളവരുണ്ട്, അത് മാത്രം മാറ്റി വെക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോർമൽ സെൻറ്റൻസ് ആയിട്ട് ആദ്യം എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ആ ഓക്സിലറി വേർബ് എടുത്ത് പുറത്തിടുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോമിലേക്കായി. അങ്ങനെ കുറച്ച് തവണ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ തന്നെ അതിൻ്റെ ആവശ്യമില്ല, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ അടുത്ത നമുക്ക് നോക്കാം. ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസസ്. ഇതിനെ, ഈ ഒരു സെൻറ്റൻസിനെ നമ്മളോട് കറക്റ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ നമുക്കിതിനെ ഒന്ന് കറക്റ്റ് ആക്കാം. എങ്ങനെ കറക്റ്റ് ആക്കാം എന്ന് നമുക്ക് നോക്കാം. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസസ്. ഇവിടെ ടു എന്നുള്ളത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷെ അഡ്വൈസസ് എന്നത് തെറ്റാണ്. നമ്മൾ അഡ്വൈസസ് എന്ന് പറയില്ല, സിംഗുലർ മാത്രമേ ഉള്ളൂ. അടുത്തത് നോക്കിക്കേ, ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസസ്. ഇവിടെയും തെറ്റാണ്. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസസ്. ഇവിടെ കറക്റ്റാണ്. ട്രൈ ടൂവും കൊടുത്തു, അഡ്വൈസും കൊടുത്തു. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ, യെസ്റ്റർഡേ ടിം പാർക്ഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ഹിസ് ട്രക്ക്. ഈ ഒരു സെൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേർഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് വേർഡ് വെച്ചിട്ടായിരിക്കും നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നത്? ഏത് വേർഡായിരിക്കും? യെസ്, യെസ്റ്റർഡേ ടിം പാർക്ക് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ. ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ടിം പാർക്ക് ചെയ്തു. ആൻഡ് ദ പോലീസ് ഡാഷ് ഹിസ് ട്രക്ക്.
പോലീസ് അപ്പോൾ എന്ത് ചെയ്തു, അത് നിയമപരമായിട്ട് അതിനെ സീസ് ചെയ്തു. സോ സീസ്ഡ് ലീഗലി എന്ന മീനിങ് വരും. ഇംപ്രസ്ഡ് അല്ല, ഇന്റേൺഡ് അല്ല, ഇംപെയിൽഡ് അല്ല, ഇംപൗണ്ടഡ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്തത് ഒരു ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഐ വാസ് ഡാഷ് when they rang up and informed that I had won a lottery. Choose the correct idiom. അതായത് ഒരാൾ അല്ലെങ്കിൽ അവരെന്നെ വിളിച്ചിട്ട് ഞാൻ ലോട്ടറി വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് ഇമോഷൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, അത്രയും ലക്കി ആയിട്ടുള്ള ആളാണ് എന്ന് എനിക്ക് തോന്നാം, അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും. അപ്പോൾ സോ എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ്, ഓൺ ക്ലൗഡ് 9 ആണ്. ഐ വാസ് ഓൺ ക്ലൗഡ് 9, അത്രയും ഹാപ്പി ആയിരുന്നു, എക്സ്ട്രീം ഹാപ്പിനെസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലൗഡ് 9 എന്ന ഇഡിയം ഉപയോഗിക്കുന്നത് കേട്ടോ. എക്സ്ട്രീം ഹാപ്പിനെസ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. ദെൻ അടുത്തത് നമുക്ക് നോക്കാം. It was her first appearance in public as a performer in Bollywood movies. First appearance in public as a performer. So എന്താണ് ഇതിനകത്ത് വരുന്നത്, ഡെബ്യൂ മൂവി എന്നൊക്കെ നമ്മൾ പറയും. സോ ഡെബ്യൂ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത നോക്കിക്കേ, നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യന്. യെസ്, the weather is suitable for sowing grapes. ഈ സ്യൂട്ടബിൾ എന്നതിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ സ്യൂട്ടബിളിന് സിമിലർ ആയിട്ടുള്ള വേർഡ് നമ്മൾ ഇവിടെ കണ്ടെത്തണം. ഓക്കെ, സോ അത് എന്താണ്, സ്യൂട്ടബിൾ അല്ലെങ്കിൽ പ്ലസൻറ്റ് എന്നൊരു മീനിങ്ങിലേക്ക് നമ്മൾ വന്ന് എത്തണം. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതിനകത്ത് ഏത് വേർഡാണ് ഇതിനകത്ത് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇത് എളുപ്പമാണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, സ്യൂട്ടബിൾ അല്ലെങ്കിൽ പ്ലസൻറ്റ് എന്ന മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്ലസൻറ്റ് എന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, മിസ്പെൽഡ് വേർഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്റ്റ്ലി. ഇൻകറക്റ്റ് ആയിട്ട് പറയുന്നത് ഏതാണ്, ഇതിനകത്ത് ഏത് വേർഡാണ് അല്ലെങ്കിൽ ഏതാണ് ഇവിടെ തെറ്റായിട്ട് സ്പെല്ല് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ബ്യൂറോക്രാറ്റ് കറക്റ്റ് ആണ്. ഇതിനകത്ത് വരുന്നത് ഓൺട്രപ്രനർ അതിൻ്റെ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത നോക്കിക്കേ, നമുക്കൊരു ഫ്രഞ്ച് ഫ്രേസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഫ്രഞ്ച് ഫ്രേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഫ്രഞ്ച് ഫ്രേസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു നമ്മളോട് ഇങ്ങനത്തെ ഫ്രേസുകൾ ചോദിക്കാറുണ്ട് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നേരത്തെ ഒരു ലാറ്റിൻ ഫ്രേസാണ് നമുക്ക് തന്നിരുന്നത്, ഇവിടെ ഇപ്പം ഫ്രഞ്ച് ഫ്രേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. റെപ്പോണ്ടേസി വു പ്ലേ. ഓക്കെ, യെസ്, ഇത് റെസ്പോണ്ടസ് എന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് പ്രൊനൗൺസിയേഷൻ ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. റെപ്പോണ്ടേസിൽ വു പ്ലേ എന്നാണ് പറയുന്നത്. പ്ലേറ്റ് അല്ല, പ്ലേ എന്ന പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ടി സൈലൻ്റ് ആണ്. സോ ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ മീനിങ് എന്താണ്? പ്ലീസ് സെർവ് ഓൺ എ സിൽവർ പ്ലേറ്റ്, പ്ലീസ് ബി വിത്ത് യു ഷുഡ് ബി റെസ്പോൺസിബിൾ, ആൻസർ പ്ലീസ്. അപ്പോൾ റെസ്പോൺസ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം, റെസ്പോൺസ് എന്ന രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. ഓക്കെ, സോ ആൻസർ പ്ലീസ് എന്നതാണ് ഇതിൻ്റെ മീനിങ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആൻസർ പ്ലീസ് എന്നൊരു മീനിങ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ് എന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, സോ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം. യെസ്, The thieves dashed the apartment while the family was on a vacation. ഓക്കെ, ഇവിടെ എന്ത് വരും? The thieves, അതായത് അതിക്രമിച്ച് അകത്തേക്ക് കയറി എന്നാണ് മീനിങ് വരേണ്ടത്. ഓക്കെ, സോ ബ്രോക്ക് ഇൻ ടു, ബ്രോക്ക് ഡൗൺ, ബ്രോക്കപ്പ്, ബ്രോക്ക് അവേ. ബ്രോക്കപ്പ്, ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ റിലേഷനിൽ ആ റിലേഷൻ നിർത്തുന്നു എന്ന മീനിങ്ങിലാണ് വരുന്നത്. ബ്രേക്ക് ഡൗൺ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് നമ്മൾ പറയും അല്ലേ. സോ ഇതൊന്നും അല്ല വരുന്നത്. എന്താണ്? ബ്രേക്ക് ഇൻ ടു, അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റാണ് ഇവിടെ വരുന്നത്. ബ്രോക്ക് ഇൻ ടു എന്നാണ് പറയുന്നത്. സോ എൻറ്റർ ഇല്ലീഗലി, അതായത് അതിക്രമിച്ച് അകത്തേക്ക് കയറുന്നു എന്നാണ് മീനിങ്. ദെൻ അടുത്തത് നോക്കാം. ആൻറ്റനസ് ഡിസേബിൾ കോക്രോച്ചസ് ടു സെൻസ് ദിയർ സറൗണ്ടിങ്സ്. എന്താണ്? ഡിസേബിൾ ആണോ, അണേബിൾ ആണോ, എനേബിൾ ആണോ, ഇനേബിൾ ആണോ? ഇതിൽ ഏത് ഏബിൾ ആണ് വരുന്നത്? യെസ്, ആൻറ്റനസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. സോ എനേബിൾ എന്ന് വേണം ആൻസർ വരാനായിട്ട്. എനേബിൾ എന്ന് വേണം നമ്മളവിടെ എടുക്കാൻ. ആൻഡ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം.
Okay, so the phenomenon of glowing sea water signifies changes in the marine environment. The phenomenon of glowing sea water signifies changes in the marine environment. Okay, identify the plural of the underlined word from the choices given. ഫോറിൻ വേർഡ്സിൻ്റെ പ്ലൂറലും സിംഗിളും ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പം ഡേറ്റ എന്ന് പറയുന്നത് പ്ലൂറലും ഡേറ്റം എന്ന് പറയുന്നതാണ് സിംഗുലറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഫിനോമിനാസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ല. ഓക്കെ, ഫിനോമിനൽ അല്ല, ഫിനോമിനിയം അല്ല, ഫിനോമിന എന്ന് പറയുന്നതാണ് പ്ലൂറൽ. നമ്മൾ നൗണിൽ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ബാക്ടീരിയാസ് എന്ന് പറയുന്നൊരു വേർഡില്ല. ബാക്ടീരിയ എന്ന് പറയുന്ന പ്ലൂറലും ബാക്ടീരിയം എന്ന് പറയുന്നത് സിംഗുലറുമാണ്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഫോറിൻ പ്ലൂറൽസും ചോദിക്കാറുണ്ട്. പ്ലൂറൽ ഇവിടെ ഫോറിൻ പ്ലൂറൽ നോക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്നത് ഫോറിൻ പ്ലൂറൽ ആണെങ്കിലും ജസ്റ്റ് സിംഗുലർ പ്ലൂറൽ നമുക്ക് എപ്പോഴും പല കുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുമ്പം എല്ലാവരും എടുത്ത് പഠിക്കുന്നതാണ് ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്, പിന്നെയും കുറച്ച് പേര് മെൻ അല്ലെങ്കിൽ മാൻ മെൻ, വുമൻ വിമൻ ഇത് പഠിക്കും, ചൈൽഡ് ചിൽഡ്രൻ, പിന്നെ ചിലരൊക്കെ ഫുട്ട് ഫീറ്റ്, ടൂത്ത് ടീത്ത് അത് പഠിക്കും. പക്ഷേ ഇതിലേക്ക് എത്തുന്നവർ ഭയങ്കര ചുരുക്കമാണ്. നിങ്ങൾ ആ ഫോറിൻ വേർഡ്സിൻ്റെയും ഈ പറയുന്ന സിംഗുലർ പ്ലൂറലൊക്കെ നോക്കുക. ക്രൈറ്റീരിയൻ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തേക്ക് നോക്കാനുള്ളത്. നമ്മൾ പ്രീവിയസ് ഇയർ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി 2 ക്വസ്റ്റ്യൻസ് PSC ക്യാൻസൽ ചെയ്തിരുന്നു. അത് നമ്മളിവിടെ നോക്കിയിട്ടില്ല. ബാക്കി 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.